അപ്പൊ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കാം. പപ്പ സ്വീറ്റ് മമ്മി, പപ്പ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് മമ്മി. മമ്മി അപ്പൊ വേഗം അകത്ത് കയറി തട്ടി. മമ്മീന്റെ കോൾസ് ഫുള്ള് പോയി. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കും എന്നുള്ളത്. അത് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ എനിക്ക് ഉറക്കം തന്നിട്ടില്ല. ഞാൻ നന്നായിട്ട് ഉച്ചവരെ കിടന്നുറങ്ങണ ആളാണ്. എനിക്കിപ്പോൾ 2-3 തവണയായിട്ട് വന്നിട്ട് വാതിൽ തുറന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു. എനിക്കൊരു സമാധാനം തന്നിട്ടില്ല. എന്തായാലും ഇപ്പം നമ്മൾ എഴുന്നേക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഏതാ ദിവസം എന്ന് പറഞ്ഞ ഒരു വീക്കെൻഡ് ആണ്, സാറ്റർഡേ ആണ്. മമ്മിക്ക് ഓഫാണ്. വീക്കെൻഡ്സിലാണ് മിക്കപ്പോഴും ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോകലും അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പ് ചെയ്യലും അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കലും മിക്കപ്പോഴും വീക്കെൻഡ്സിലൊക്കെയാണ് ചെയ്യാറ്, ഫ്രണ്ട്സിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇപ്പം സമയം എന്തായി നമുക്ക് നോക്കാം. 12:41. പൊതുവെ ഞാനൊരു 11 മണി 12 ഈ സമയത്ത് എഴുന്നേക്കും. പക്ഷെ ഇന്നലെ നമ്മൾ ഭയങ്കര ലേറ്റ് ആയിട്ട് ഉറങ്ങി. കാരണം ഇന്നലെ എന്തായിരുന്നു, ഇന്നലെ മമ്മിക്ക് ഓഫ് ആയിട്ടുണ്ട്. മമ്മി വെറൈറ്റി ആയിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കി. അപ്പം അതൊക്കെ ഭയങ്കര സമയം പോയി. അപ്പം അത് കഴിച്ച് കിടന്നപ്പോൾ ഭയങ്കര ലേറ്റായി. അപ്പം മോർണിംഗ് ഞാൻ എഴുന്നേറ്റ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ ഞാൻ കാനഡയിൽ, അതായത് ഡേ ഇൻ മൈ ലൈഫ് ഇൻ കാനഡയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണേന്ന് കുറച്ച് പേരോട് ചോദിച്ചു, എന്താ ചെയ്യുക, അപ്പം ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ചെയ്യോ എന്നൊക്കെ. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാറില്ല, അപ്പം കാണിക്കാൻ മാത്രമൊന്നുമില്ല. പക്ഷേ നോർമലി എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എല്ലാവരും പോലെ അല്ല. ഞാൻ അതിൻ്റെ ഫോൺ എടുത്ത് ഒരു 1/2-3 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഇങ്ങനെ തോണ്ടും. എന്തൊക്കെയാണ് വീഡിയോക്ക് ലൈക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഇവിടെ നാട്ടിലെ വിശേഷം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫോണിൽ ഇങ്ങനെ നോക്കി സ്ക്രോളൊക്കെ ചെയ്തിരിക്കും. അത് കഴിയുമ്പോൾ ഒരു 1/2-3 മണിക്കൂർ കഴിയുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് പോവാറ്. ആവശ്യത്തിലേറെ മഞ്ഞുണ്ട്. ഇന്ന് നമുക്ക് പുറത്ത് പോകണമെങ്കിൽ ഈ കണ്ടോ നമ്മുടെ കാറൊന്നും കാണാനില്ല, അതൊക്കെ മഞ്ഞിൽ മൂടി കിടക്കാണ്. ഇതാണ് നമ്മുടെ കാറ്. ഒരു കാറ് കാണാനും കൂടി ഇല്ല. നെക്സ്റ്റ് കാർ ഇതാണ്. ബെഡുമ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രാവിലെ തന്നെ ഒരു പണിയാണ്. പിന്നെ നമുക്ക് ഇത് ഓഫാക്കണം. ഇത് ഞാൻ എല്ലാ ദിവസവും മറന്നു പോകും, ഈ ഹ്യൂമിഡിഫയർ ഓഫാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഹ്യൂമിഡിഫയർ ഓഫ് ചെയ്തു. ഇത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, നാട്ടിൽ അറിയുമെന്ന്. നാട്ടിൽ ഞാനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഹ്യൂമിഡിഫയർ എന്ന് പറയുന്ന സാധനം. ഇത് ആക്ച്വലി ഇവിടെ ഭയങ്കര ഡ്രൈനെസ് ആണ്. അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും ശ്വാസം കിട്ടാറുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ വായിക്കൂടെ കുറേ ശ്വാസം എടുക്കും. ഭയങ്കര ഡ്രൈനെസ് ആണ്, ഇവിടെ മോയ്സ്ചർ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ശ്വാസം മുട്ടലൊക്കെ വരുന്നതെന്ന് മമ്മി പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് മൂക്കിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചെറിയ തോതിൽ ബ്ലഡ് പോലെ റെഡ് കളറിൽ വരാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ സംഭവം, അതിവിടെ നോർമലി വിൻ്ററിൽ ഒരു നോർമൽ തിങ് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കതൊക്കെ കാണുമ്പോൾ പേടിയാണ്. അപ്പം ഞാൻ എന്തായാലും ഓടിപ്പോയി ഒരു ഹ്യൂമിഡിഫയർ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ മിക്കവരുടെ വീട്ടിൽ ഹ്യൂമിഡിഫയർ ഉണ്ടാവും, കുറച്ച് മോയ്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ വെച്ചപ്പോൾ പിന്നെ എനിക്കത്ര അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ ശ്വാസത്തിനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, നന്നായിട്ട് അയറൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഇനി അത് ഓഫ് ചെയ്തു. അതിൽ നമുക്കിനി നേരെ പോയി ബ്രഷ് ചെയ്യാം. അങ്ങനെ പല്ല് തേപ്പും കുളിയും കഴിഞ്ഞു. ഇനി കുറേ അപ്പം
മുഖം കഴിക്കഴിഞ്ഞാലും ഇവിടെ ചുറ്റുപറ്റത്ത് ഫുൾ വെള്ളമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യണമെന്ന് മമ്മി പറഞ്ഞിട്ട്. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് കുറച്ച് വെള്ളം കുടിക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോൾ വന്നാലും ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുഖം തുടച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കും. ഇതാണ് എൻ്റെ മോട്ടോ പോട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടു. അത് നിങ്ങളെ കാണിച്ചില്ല, പക്ഷെ മോയ്സ്ചറൈസർ ഇട്ടു. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതായത് അവിടുത്തെ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അടുത്തത് കുറച്ച് സൺസ്ക്രീൻ കൂടി ഇടാം. നമ്മൾ ലിപ് ബാമൊക്കെ ഇട്ടു. അതായത് ഇവിടെ ഫുൾ ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ലിപ് ബാം ഇട്ടു, മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു. അത് അത്ര ഇട്ടിട്ടുള്ളൂ. മേക്കപ്പ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. നമുക്കിനി പോകാം. അപ്പം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മാറ്റി ഇടിയപ്പവും മുട്ടക്കറിയും. അതായത് നമ്മുടെ നാട്ടിൽ നൂൽപുട്ടെന്ന, ഞാൻ പണ്ടൊക്കെ നൂൽപുട്ടെന്ന് പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ ഞാൻ കൊച്ചിയിലേക്ക് പോയപ്പോൾ എല്ലാവരും ഇടിയപ്പം എന്ന് പറഞ്ഞു. അപ്പം ഇത് ഇടിയപ്പവും, ഇത് ഇന്നലത്തെ ഇടിയപ്പമാണ്. നമ്മൾ ഒന്നും കൂടി മാവ് കഴിച്ചെടുത്തതാണ്. പിന്നെ മുട്ടക്കറി ഇപ്പം ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം മമ്മിയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇടിയപ്പം മുട്ടക്കറിയും കഴിക്കാം. ഹായ് പപ്പ, ഗുഡ് മോർണിംഗ്. ലൈറ്റ് കുറവായിരിക്കും, ഭയങ്കര മഞ്ഞാണ്. ഇന്നലെ ആക്ച്വലി ഈ ഡെക്ക് ഫുൾ ക്ലീൻ ആയിരുന്നു. അതായത് ഇവിടെ മഞ്ഞ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഫുൾ മഞ്ഞായി, ഭയങ്കര മഞ്ഞാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ബിയറിൻ്റെ ഇതും അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളെന്താ പുറത്ത് വെച്ചിരിക്കണേന്ന്. ഇത് ആക്ച്വലി എന്താന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്ഥലമില്ലാത്ത സാധനങ്ങൾ, അതായത് ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ല ഇപ്പോൾ. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ വെക്കും. അതായത് പുറത്തും തണുപ്പാണല്ലോ, അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെക്കാറ്. പിന്നെ കുറേ ചിക്കനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഈ ഐസ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് ഉണ്ട്, ഈ ബോക്സിലിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ന് അതായത് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ മമ്മി അത് ക്ലീൻ അല്ല, ഇത് ക്ലീൻ അല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കടന്ന് എല്ലാ സാധനങ്ങളും മാറ്റൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹോം ടൂർ അല്ല, മാറ്റണ്ട. മമ്മിക്കാണെങ്കിൽ എല്ലായിടത്തും കുറച്ച് ക്ലീൻ ആയിട്ടിരിക്കണം അങ്ങനെയൊക്കെയുള്ള. അതുകൊണ്ട് ഇപ്പം എന്നെ കുറെ ചീത്തയായിരുന്നു. അതാണ് പപ്പ പറഞ്ഞ മമ്മി ഭയങ്കര കാം ക്വൈറ്റ് ആയിട്ടുള്ള ഒരാളാന്ന്. ചില സമയങ്ങളിൽ നാഗവല്ലിയാവും. അതായത് ചില സമയങ്ങളിൽ, അതായത് 24 മണിക്കൂർ. എങ്ങനെയുണ്ട് പപ്പ ഫുഡ്? പപ്പയ്ക്ക് ഒരു പിടി സ്പെഷ്യൽ മമ്മി കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഫുഡ്, സൂപ്പർ ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ടക്കറി, കോട്ടയംകാരുടെ പിടിയാണ്. പക്ഷെ തേങ്ങാപ്പാലല്ലേ മമ്മി? ഇതിനകത്ത് ബാക്കി വന്ന മാവ് ബാക്കി വന്ന മാവിൽ മമ്മി പപ്പയ്ക്ക് കൊടുത്തതാണ്. പക്ഷെ ശരിക്കും തേങ്ങാപ്പാലിലൊക്കെയാന്ന് തോന്നുന്നു. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു 9 മണിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന്. പക്ഷെ അല്ല, ഈ വീട്ടിൽ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന എത്ര മണിക്കാ പാപ്പ? ഒരു 12 മണിക്ക്. 12 മണി. ഇന്ന് 1:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ. അതെന്ത് നമ്മളിങ്ങനെ ലേറ്റ് ആവുന്നത്? എല്ലാരും കിടക്കാൻ ലേറ്റ് ആവും. അപ്പോൾ ഇന്നിപ്പോ എഴുന്നേറ്റ് വരാനും ലേറ്റ് ആയി. അപ്പോൾ 1:30ക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇനി ഫുഡ് കഴിക്കുന്നത് ശരിക്കും ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കും. അങ്ങനെ. അപ്പൊ ഞാനിനി പാത്രങ്ങളൊക്കെ ഒന്ന് കൊണ്ട് കഴുകട്ടെ. പപ്പയുടെ പാത്രം ഞാൻ കഴുകട്ടെ. ഇപ്പൊ ഞാനിങ്ങനെ പാത്രം കഴുകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണോ എല്ലാ ദിവസവും പാത്രം കഴുകണമെന്ന്. അതെ, ഞാനാണ് എല്ലാ ദിവസവും ഇവിടെ പാത്രം കഴുകണ ആള്. ഞാൻ ഇന്ന് ബ്ലോഗ് എടുക്കാൻ കണ്ടപ്പോൾ മമ്മി കുറേ കൂടി പാത്രങ്ങൾ എനിക്ക് തന്നു. നമുക്ക് ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഓൾഡ് മലയാളം മൂവീസൊക്കെ ആയിരിക്കും കാണാം. മമ്മിയുള്ളപ്പോൾ. അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്നത് പുതിയതായിട്ട് ഇറങ്ങിയ എന്തെങ്കിലുമൊക്കെ നെറ്റ്ഫ്ലിക്സിലോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ മലയാളത്തിൽ എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും, അത് കാണും. അല്ലെങ്കിൽ ഹിന്ദി മൂവീസ് കാണും. പിന്നെ മമ്മിയൊന്നും ഇല്ലാത്തപ്പോഴാണ് ഞാൻ നെറ്റ്ഫ്ലിക്സിലെ സീരീസും അതൊക്കെ കാണും. നമുക്കിനി ഇന്ന് എന്ത് കാണാം? ഇപ്പം സമയം 1:50. നമുക്കൊരു 2 മണി 2:15 ആകുമ്പോൾ റെഡി ആവണം. പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സ്നോ ഒക്കെ കോരി മാറ്റണം. അതെല്ലാം ചെയ്തിട്ട് റെഡി ആയിട്ട് നമ്മളിന്ന് ഒരു റീൽ എടുക്കാൻ പോവാണ്. ഒരു ഹിന്ദി സോങ്ങിലൊരു റീല്. അപ്പോൾ നമ്മൾ
എനിക്കിവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവളുടെ പുള്ളിക്കാരുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒന്നിച്ച് കുർത്തയൊക്കെ ഇട്ട് കളിക്കാമെന്ന് വിചാരിക്കണു. ആദ്യം സാരി വിചാരിച്ചു, പക്ഷെ പിന്നെ സാരി കൊടുക്കാൻ സമയം പോകുന്നിച്ച് അത് മാറ്റി പിന്നെ കുർത്തിയാക്കി. ഇനി അതും പറ്റാണ്ട് ചിലപ്പോൾ ഞങ്ങൾ ജീൻസിൻ്റെ ഒപ്പം ആക്കും. അപ്പോൾ നമുക്ക് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ അവരുടെ വീട്ടിൽ പോവാം. എന്നിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ കുറച്ച് നേരം സിനിമ കാണാൻ പോവുകയാണ്. നെക്സ്റ്റ് അപ്പോൾ മമ്മിക്ക് അടുത്ത ഏതെങ്കിലും ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഒരു ഡാൻസ് വീഡിയോ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു 10 വട്ടം എടുത്തു കഴിഞ്ഞാലാണ് മമ്മി പറയാം ഓക്കെ ഇനി ശരിക്കും പോസ്റ്റ് ചെയ്താൽ മതി എന്ന്. ചിലപ്പോൾ കളിക്കും പക്ഷെ പറയും അത്ര ഭംഗി വന്നിട്ടില്ല, ഇനി പിന്നെയും ഒന്നുകൂടി കളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഡ്രസ്സൊക്കെ ചെയ്ത് കളിക്കും. നമുക്കിനെ നോക്കാം. മമ്മി കുറച്ച് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്, ഭയങ്കര ബെറ്റർ ആയി വരുന്നുണ്ട്. മമ്മിയുടെ ഒരു റീൽ എല്ലാവരും കണ്ടോ? എല്ലാവരും പോയി കാണണോ? അപ്പോൾ നമുക്കിന്ന് ഇത് ഔട്ട്ഫിറ്റ് ഇടാം. ഒരു വൈറ്റ് ഷർട്ട് ആൻഡ് ജീൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ലെൻസ് വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബാക്കി എല്ലാ കേൾസും ഒരു 5-10 മിനിറ്റ് പോലും വേണ്ട ബാക്കി കേൾസ് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേൾസ് ആക്കി നമ്മുടെ മേക്കപ്പ് ഡൺ. അപ്പം ഇങ്ങനെ കേൾസ് ആക്കാൻ അറിയാത്ത കുറേ പേരുണ്ടാവുമായിരിക്കും. അതും പിന്നെ ഈ മേക്കപ്പ് ഇത് കുറച്ചൊരു ലൈറ്റ് മേക്കപ്പാണ്. ആ മേക്കപ്പും അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അതൊരു വ്ളോഗായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പം ഞാൻ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കേൾസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും മേക്കപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗോ. ഈ സമയം കളയാനില്ല, ഇപ്പം ലൈറ്റ് പോവും. ഞാൻ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകാനില്ലാത്ത സമയത്ത് എപ്പോഴും ഈ ഒരു ഞാൻ H&M വാങ്ങിച്ച ഒരു ബാഗ് ഉണ്ട്. ഇതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇതാ വാലറ്റ്. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യണ്ടെങ്കിലോ നാട്ടിലെ പോലെയല്ല, നമുക്ക് ലൈസൻസ് നമ്മുടെ കയ്യിൽ വേണം. നാട്ടിൽ അല്ലാന്ന് തോന്നുന്നു, അതായത് ഫോണിലൊക്കെ കാണിച്ചാൽ മതി എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇത് നമുക്ക് കയ്യിൽ തന്നെ പിടിക്കണം. അതുകൊണ്ട് എപ്പോഴും ഈ വാലറ്റിൽ ഞാൻ കാർഡും പിന്നെ എൻ്റെ എല്ലാ സാധനങ്ങളും, അതായത് ID കാർഡും പിന്നെ എപ്പോഴും ലിപ്സ്റ്റിക് ഞാൻ ഇടാറുണ്ട്. അതും ഈ ലെൻസിൻ്റെ കേസും കൂടി കൊണ്ടുപോകാൻ വിചാരിക്കുകയാണ്. കാരണം ഇനി എപ്പോഴാണ് അവിടെ നിന്ന് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ കണ്ണിന് എന്തെങ്കിലും ഒത്തിരി നേരം ലെൻസ് വെച്ചിട്ട് പ്രശ്നമാവുകയാണെന്നുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ലെൻസിൻ്റെ സൊല്യൂഷൻ ഞാൻ വെച്ചിട്ട് സൊല്യൂഷൻ അവിടെ നിന്ന് എടുക്കാം. ലെൻസിൻ്റെ കേസ് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു ലിപ്സ്റ്റിക്കും കൂടി വേണമെങ്കിൽ എടുത്തിടാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫോണൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് പോവാം. പക്ഷെ പോവാന്ന് പറഞ്ഞാൽ ഓടിക്കയറി പോകാൻ പറ്റില്ല. ഇനി നമുക്ക് സ്നോ ഒക്കെ മാറ്റണം. അപ്പോൾ ഓടിപ്പോയിട്ട് സ്നോ മാറ്റിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവര് നൂൽപുട്ടും ഇത് പിന്നെ ഉണ്ടാക്കി, മറ്റത് തീർന്നു, നൂൽപുട്ട് തീർന്നു. പിന്നെ അതുണ്ടാക്കി ആരുണ്ടാക്കി? പപ്പയാണോ? പപ്പയാണ് ഹെൽപ്പ് ചെയ്ത മമ്മിയാണ്. പപ്പ ഇങ്ങനെ പീച്ചാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അത് തന്നെ ഒരു പാടാ. പപ്പ സ്വീറ്റ് മമ്മി. പപ്പ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് മമ്മി. അപ്പോൾ അല്ലിയുടെ അവിടേക്ക് പോകണതുകൊണ്ടാണ് മമ്മി ഇപ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി തന്നു വിടണേ. അല്ലിക്ക് കൊടുക്കാമെന്ന് ഓർത്തിട്ട് അപ്പോൾ കുറച്ച് ഇടിയപ്പവും മുട്ടക്കറി അവർക്കും കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഗ്ലൗസും ഷൂസും ജാക്കറ്റൊക്കെ ഇട്ടാൽ മാത്രമാണ് നമുക്ക് സ്നോ കോരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർഡ് ആവാം അല്ലേ പപ്പ? നല്ല പ്രിപ്പയർ ആവാം. നമുക്ക് ഏത് ജാക്കറ്റ് ഇടാം മമ്മി? ഇതാണോ? ബ്ലാക്ക് ഇടാലോ? ഓറൽസ് ഇത് ഇടണോ? ലോങ് ജാക്കറ്റ്.
അപ്പം ഞാൻ വിചാരിച്ചത് ഇനി എന്നാ ചെയ്യും, ഹൈവേ കൂടെ ഞാൻ എടുക്കുകയും ചെയ്തു. എനിക്ക് വണ്ടി സൈഡിൽ ഒതുക്കി നിർത്താൻ, സൈഡിൽ മൊത്തം സ്നോ അങ്ങനെ കൂട്ടിയിട്ടിരിക്കുക, ഒരു സൈഡിൽ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, കണ്ണ് കാണാതെ പോയിക്കോട്ടെ. അപ്പം ഞാൻ നല്ല സ്പീഡിൽ, അതായത് ഒരു 90 സോൺ എങ്ങാണ്ടായിരുന്നു, 90 സോണിൽ ഞാൻ ഇച്ചിരി ഒരു 80 കോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുവിധം നല്ല സ്പീഡല്ലേ. അപ്പം പെട്ടെന്നാണ് ഞാൻ കാണുന്ന ഒരു കുറച്ച് സ്ഥലം ഇങ്ങനെ ഒഴിവായി കിടക്കുന്നത്. ഞാൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിച്ചിട്ട് ആ സൈഡിലേക്ക് എടുത്തു. പക്ഷേ ഈ സ്നോയിൽ നമ്മൾ അങ്ങനെ സഡൻ ബ്രേക്ക് പിടിക്കാൻ പാടില്ല, കാരണം അന്ന് സ്ലിപ്പറി ആയിരുന്നു, വണ്ടി നിൽക്കുന്നില്ല. വണ്ടി നേരെ പോയി അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുഴി പോലത്തെ ഒരു സാധനമായിരുന്നു. അതിൽ അന്ന് ഡിച്ചിൽ വീണേനെ വണ്ടി. ഓൾമോസ്റ്റ് ഞാൻ വിചാരിച്ചത് വീണതാ. അതിൻ്റെ ആ തൊട്ടടുത്ത് എത്തിയിട്ട് ഈ വണ്ടി കറന്ന് പറഞ്ഞ ഒരു ശബ്ദം ഞാൻ കേട്ടു. വണ്ടി പിടിച്ചു നിന്നു. പിന്നെ എനിക്ക് വണ്ടി എടുക്കാൻ പേടിയായി പറഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ വണ്ടിയിൽ, എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ അന്ന് വണ്ടി വാങ്ങിച്ച ആ സമയമാണ്, അപ്പോൾ അധികം ഫങ്ഷൻസ് ഒന്നും എനിക്ക് വണ്ടിയിൽ അറിയാൻ പാടില്ല. പിന്നീട് ഞാൻ ഇരുന്ന് പഠിച്ചു. അതിൻ്റെ ആ എന്താ ഈ ഫോഗ് മാറ്റുന്ന ഒരു ഇതൊക്കെ ഉണ്ട്, അതൊക്കെ അതൊക്കെ അപ്പം നോക്കിയിരുന്നു പഠിച്ച് വേഗം അത് ചെയ്ത് പിന്നെ അത് ശരിയായി. പിന്നെ ഒരു വിധം ഞാൻ വണ്ടി എടുത്തോണ്ട് പിന്നെ നല്ല ദൂരം ഉണ്ടായിരുന്നു ഏഞ്ചലിൻ്റെ അടുത്തേക്ക്. എനിവേ പോയി. പക്ഷെ പോകുന്നിടത്തൊക്കെ നമ്മൾ ഈ റെഡ് സിഗ്നലിലൊക്കെ എത്തുമ്പോൾ സ്പീഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല, കാരണം ഭയങ്കര സ്ലിപ്പറി ആയിട്ട് വണ്ടി അങ്ങ് പോവാ. അങ്ങോട്ട് പോയിട്ട് ചിലപ്പോൾ മിഡിൽ ഒക്കെ ആകുമ്പോഴാണ് വണ്ടി നിന്നത്. അന്ന് ഞാനൊരു ഇച്ചിരി പേടിച്ചായിരുന്നു. അത് വണ്ടി എടുത്ത ആദ്യത്തെ സമയത്ത്, ഞാൻ എടുക്കുന്നത് ഡിസംബറിലാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ആ സമയം ആദ്യത്തെ സ്നോ, ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന എല്ലാം കൂടെ അന്ന് ഭയങ്കര ഒരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മമ്മി അപ്പൊ വേഗം അകത്ത് കയറി തടി തപ്പി. മമ്മി എന്റെ കാൽസ് ഫുള്ള് പോയി. ഇപ്പൊ കാർ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഓണാക്കി ഇട്ടു, എന്നാലാണ് ഹീറ്റൊക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും, വണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ റാമാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയിക്കാണ് വിൻ്റർ ടയറിലേക്ക് മാറണം. അതായത് സമ്മറിൽ സമ്മർ ടയറും വിൻ്ററിൽ വിൻ്റർ ടയറും ആണ്. അതൊക്കെ മാറ്റിയിടണം. വിൻ്റർ ആകുമ്പോൾ വിൻ്റർ ടയറൊക്കെ ഇടണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇത് വിൻ്റർ ടയർ ആണ് എങ്കിൽ കൂടെ ഒരു സ്ലിപ്പറൊക്കെ ഉണ്ടാവും. ബട്ട് ട്രക്കാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ട്രക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഇതെടുത്തിട്ട് പോവാണ്. അപ്പോൾ അത് ഞാൻ ഓണാക്കി ഇട്ടു. പപ്പ അതിൻ്റെ സ്നോ ഒക്കെ കോരിക്കളയാണ്. ഇപ്പോൾ സ്നോ ഉണ്ടെങ്കിൽ നമ്മളെ കോപ്സ് നമ്മൾ പിടിച്ചിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ തരും. ഇവിടെ സ്നോ പാടില്ല എന്നുണ്ട്, അതായത് വണ്ടിയുടെ പുറത്ത് അത്ര സ്നോ പാടില്ല എന്നുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാനാണ്. അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് വേണ്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ കാവ്യ ഒരു പണിയും ചെയ്യാതെ ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാനാണ്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. 4 സബോള അരിഞ്ഞു. ഇനി ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ചെറുതായിട്ട്. ഇനി കാവ്യ എന്താ ചെയ്യാൻ പോണത്? അല്ലി എന്താ ചെയ്തോണ്ടിരിക്കണേ? ഞാനിവിടെ വന്ന് അല്ലിയുടെ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടു. എന്നിട്ട് കാരണം വൈറ്റ് ആയിരുന്നല്ലോ, സോ കുക്ക് ചെയ്യുമ്പോൾ അതിൽ ഫുൾ ആവണ്ടെന്ന് വെച്ചിട്ട് അല്ലിയുടെ ഒരു വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് കുക്ക് ചെയ്തിട്ട് എങ്ങനെ വരുമെന്ന് നോക്കാം. ചിക്കനും മീൻ കറിയും പിന്നെ പോർക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതെല്ലാം കൂടി വെച്ചിട്ട് എന്തിനാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോർക്ക് വെക്കുന്നില്ല. ബീഫും ചിക്കനും. ഇതാണ് അല്ലിയുടെ വീട്, ഭയങ്കര ക്ലീനൊക്കെ ആയിട്ടിരിക്കുക. അരി വെക്കുന്നത്. അപ്പം അതായി കഴിഞ്ഞാൽ മീൻ കറി, ചിക്കൻ കറി, കിഴങ്ങ് കറി. 12:30 കറക്റ്റ് 12:30 നമ്മളിപ്പോൾ വീട്ടിലെത്തി. അങ്ങനെ രാത്രി 12:30 നമ്മൾ വീട്ടിലെത്തി. ഏതാണ്ട് പാർട്ടിയൊക്കെ കഴിഞ്ഞ് പോകുന്ന പോലെ പതുക്കെ പോണത്. മമ്മി പപ്പൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പം നമുക്കിനി വീണ്ടും അകത്ത് കയറാം. ഫസ്റ്റ് നമുക്ക് വൈറ്റമിൻ സി. അങ്ങനെ ഇന്നത്തെ ഡേയും എൻഡായി.
ഈ ഒരു സമയത്തൊക്കെ തന്നെ ഞാൻ കിടക്കാതെ, അത് 2 മണിയാവാൻ പോകണം, 1:30 ഈ ഒരു ടൈമിലാണ് ഞാൻ കിടക്കാറ്. അപ്പോൾ ഞാൻ വളരെ എക്സോസ്റ്റഡ് ആയി, അതായത് ഒത്തിരി ഡാൻസ് കളിക്കാൻ പോയി, മഞ്ഞത്ത് കുറെ പണിയൊക്കെ എടുത്ത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അത്രയും ടയേർഡ്, എനിക്ക് കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി. ചില ദിവസങ്ങൾ മാത്രമാണ് ഇങ്ങനെയുള്ളത്. ചില ദിവസങ്ങൾ ചിലപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കും. ചില ദിവസം ഞാൻ ചിലപ്പോൾ നാളെ ആണെങ്കിൽ ചിലപ്പോൾ സ്കീയിങ്ങിനൊക്കെ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ സ്കീയിങ്ങിന് പോവും, അങ്ങനെ പലപ്പോഴും. ചിലപ്പോൾ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോവും, അല്ലെങ്കിൽ വെറുതെ TV കണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ അങ്ങനെ കഴിഞ്ഞു. ഭയങ്കര വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര വയ്യാണ്ടായി. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം. ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വീഡിയോ. ഇനിയിപ്പോൾ അത്ര എൻജോയ് ചെയ്തില്ലെങ്കിലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.